എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ എങ്ങനെ തയമ്മുമിന്റെ രൂപം നമ്മൾ അറിയണം. തയമ്മും എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുർആൻ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് തയമ്മും ചെയ്യാനുള്ള. ഞാൻ അതിന്റെ മുഴുവൻ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഖുർആൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബാ. അതെ, അവിടെ ആദ്യം തന്നെ പറയുന്നത് രോഗികളുടെ കാര്യമാണ്. നിങ്ങൾ രോഗികളായാൽ, അതല്ലെങ്കിൽ യാത്രയിലായാൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ അന്തർത്തരത്തിൽ വുദൂ അനിവാര്യമാക്കുന്ന, അതല്ലെങ്കിൽ കുളി അനിവാര്യമാക്കുന്ന കാരണങ്ങൾ പറഞ്ഞിട്ട്, ഫലം തജിദൂ മാഅ, നിങ്ങൾക്ക് വെള്ളമൊട്ട് ലഭിച്ചതുമില്ലെങ്കിൽ, ഫതയമ്മമു സഈദൻ തയ്യിബാ, നിങ്ങൾ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തെ അന്വേഷിച്ചു പോകുവീൻ. അപ്പൊ എന്തുകൊണ്ടാ തയമ്മും ചെയ്യേണ്ടത്? ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലത്തിൽ എവിടെയും മടിക്കാം. ഭൂമിയുടെ ശുദ്ധമായ സ്ഥലത്ത്, ആ നിലക്ക് മണ്ണും പൊടിയൊക്കെ ഉള്ള ചുമരാണെങ്കിൽ അതിന്മേലും അടിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒപ്പം കൊണ്ടു നടക്കാൻ, അതാണ് ഏറ്റവും നല്ലത്. ഇന്ന് സഈദ് ത്വയ്യിബ് എന്ന് പറയുന്നതിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റു ചില വചനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ തുറാബ് മണ്ണ് തന്നെയാണ്, പൊടിയുള്ള മണ്ണ്. ആ നിലക്ക് അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. ആ മണ്ണിൽ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തിൽ ഒരടിയടിക്ക, 2 കൈകൾ കൊണ്ട് നിലത്തടിക്കുക. എന്നിട്ട് ആ 2 കൈകൾ കൊണ്ട് മുഖം മുഴുവനും തടവുക. അതായത് എനിക്ക് ഞാൻ കുളിക്ക് പകരമാണോ, അതല്ലെങ്കിൽ വുദൂഇന് പകരമാണോ? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവർ രോഗിയാണെങ്കിൽ അതിന് രണ്ടിനും ഒരേ രൂപത്തിൽ തന്നെയാണ് തയമ്മും. വുദൂഇന് ഇങ്ങനെയും കുളിക്ക് വേറെയും എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഒരു സഹാബി കുളി നിർബന്ധമായിട്ട് അദ്ദേഹം മണ്ണിലങ്ങ് ഉരുണ്ട് പെരണ്ടു. അദ്ദേഹം മനസ്സിലാക്കിയത് വുദൂഇന് പകരം എങ്ങനെയാണെങ്കിൽ കുളിക്ക് ബോഡി മൊത്തം മണ്ണിൽ പെരളേണ്ടി വരുന്ന മനസ്സിലാക്കിയത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂല് കാണിച്ചു കൊടുത്തു. അവിടുത്തെ 2 കൈകൾ കൊണ്ടും നിലത്തടിച്ചു. എന്നിട്ട് അത് മുഖേന മുഖം മുഴുവൻ തടവി, 2 കൈപ്പടങ്ങളും തടവി. അപ്പൊ ഒരടി അടിക്കുക, എന്നിട്ട് അതുകൊണ്ട് മുഖം മുഴുവൻ തടവുക. അതുപോലെ തന്നെ കൈപ്പടങ്ങൾ ഇങ്ങനെ 2 മുൻകൈയും ഇങ്ങനെ തടവുക. അതിന്റെ ഉള്ളം കൈ കൊണ്ട് ഇതും തടഞ്ഞു, ഈ ഉള്ളം കൈ കൊണ്ട് ഇതും തടഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്നാൽ അത് മുട്ടുവരെ തടവണം എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. ഏറ്റവും പ്രബലമായതും ശരിയായതും 2 അടി തയമ്മുമിനടിക്കേണ്ടതില്ല, ഒരൊറ്റ അടി അടിക്കുക. അതുകൊണ്ട് മുഖം തടവുക. കയ്യിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊതിക്കളയുക. എന്നിട്ട് മുഖം മുഴുവനായി തടവുക. അതുപോലെ തന്നെ 2 കൈപ്പടങ്ങളും തടവുക. ഇത്ര വളരെ ലളിതമായ രീതിയാണ് തയമ്മുമിന്റെ രീതി. ഇത് കുളിക്ക് പകരവും വുദൂഇന് പകരവും ഒരേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? എല്ലാവരുടെയും കൈകളിൽ ഇപ്പൊ വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ നമുക്കിന്ന് എളുപ്പമാണ്. കുറച്ച് മണ്ണ് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് മണ്ണ് അവിടെ കൊണ്ടുവന്ന് രോഗി കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ വെച്ചാൽ മതി. എന്നിട്ട് സമയമാകുമ്പോ രോഗിക്ക് സ്വയമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കുന്ന നിലക്കോ മുന്നിലേക്ക് ഇട്ട് ഏതെങ്കിലും ഒരു കടലാസിൽ കെട്ടിപ്പൊറിഞ്ഞ് വെച്ച് കടലാസിൽ പരത്തി ആ രൂപത്തിൽ നിർവഹിക്കാനും എളുപ്പാണ്, കൊണ്ടു നടക്കാൻ എളുപ്പാണ്. യാത്രക്കാരനും വേണ്ടി വന്നാൽ കൊണ്ടു നടക്കാൻ എളുപ്പാണ്. നമ്മളൊന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകും? ബക്കറ്റ് കൊണ്ടുപോകും, തോർത്ത് കൊണ്ടുപോകും, സോപ്പ് കൊണ്ടുപോകും, ബ്രഷ് കൊണ്ടുപോകും, പേസ്റ്റ് കൊണ്ടുപോകും, കൂട്ടത്തിലൊരൽപ്പം മണ്ണും കൊണ്ടുപോകണം. അതാരും ശ്രദ്ധിക്കൂല, അതാരും മനസ്സിലാക്കുന്നില്ല. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ പരിപാടി ഇല്ലല്ലോ. അഡ്മിറ്റായി കഴിഞ്ഞാൽ തീരെയില്ല, നിൽക്കണോനുമില്ല, രോഗിക്കൂല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കുക. ഈ വിഷയത്തിലൊക്കെ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ഇനി രോഗിക്ക് സ്വന്തമായി തയമ്മും ചെയ്യാൻ കഴിയില്ലേ? പരിചരിക്കുന്നവർ ചെയ്തു കൊടുക്കണം. രോഗിയുടെ കൈ കൊണ്ട് തന്നെ അടിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പരിചരിക്കുന്നയാളുടെ 2 കൈ കൊണ്ട് അടിച്ചിട്ട് അയാളുടെ മുഖത്തും അതുപോലെ തന്നെ അയാളുടെ 2 മുൻകൈകളും തടവിക്കൊടുക്കാം.
ഇത്ര വളരെ ലളിതമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ശുദ്ധീകരണം വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് നിഷ്പ്രയാസം ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. ഇനി വളരെ ശ്രദ്ധിച്ചു കേട്ടോളിൻ, വേറെ ചില പരമപ്രധാനമായ കാര്യങ്ങളുണ്ട്. അഥവാ ശുദ്ധീകരിക്കൽ ആവശ്യമായ കുളിക്കുവാനോ അല്ലെങ്കിൽ ഉളൂ ചെയ്യുവാനോ നിർബന്ധമായ ഒരു ഘട്ടത്തിൽ ഉളൂഇന്റെ അവയവങ്ങളിൽ അല്ലെങ്കിൽ കുളിക്കൽ അവന് കഴുകൽ നിർബന്ധമായ അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണെന്ന് പലർക്കും പ്രശ്നം. പലരും അത്തരം ഘട്ടങ്ങളിൽ ഇപ്പൊ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തം ബാൻഡേജ് ഇട്ടിരിക്കുന്നു നെഞ്ചത്തും വയറ്റത്തും ഒക്കെ. ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുന്ന രോഗിയാണ്, മൊത്തം അദ്ദേഹത്തിന് ബാൻഡേജിലാണ്, അല്ലെങ്കിൽ പലയിടത്തുമുണ്ട്, എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ മുറിവുണ്ട്. ഇങ്ങനെയൊക്കെ മുറിവുള്ള ഒരു രോഗി, അതാണ് പലപ്പോഴും ആളുകൾ ഇനിയിപ്പോ എങ്ങനെയപ്പോ ഇനിയൊന്നും മുണ്ടണ്ട, പാവം കിടക്കണ കിടത്തം കണ്ടില്ലേ, എന്തു പാവം, ഭക്ഷണം കൊടുക്കുന്നില്ലേ, മരുന്ന് കൊടുക്കുന്നില്ലേ, എല്ലാം ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യമെത്തുമ്പോ പരിചാരകനോട് ഇബ്ലീസ് വന്നിട്ട് പറയും പാവം കിടക്കുന്നുണ്ടില്ലേ. അത് പാവാക്കല്ല, നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ അവയവങ്ങളിൽ ഉളൂഇന്റെയോ കുളിക്കുവാനുള്ളതോ അവയവങ്ങളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ഒരു തുറന്ന മുറിയാണ്, എന്നുപറഞ്ഞാൽ ഒന്നും കെട്ടിയിട്ടില്ല, മുറിവ് തുറന്നു കിടക്കുന്ന നമുക്ക് കാണും, അവയവത്തിൽ കാണും. കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ലാത്ത മുറിവാണ്, മുറിവുണ്ട്, പക്ഷെ നമുക്ക് വെള്ളം കൊണ്ട് സാധാരണ പോലെ കഴുകുന്നതിനൊരു തകരാറുമില്ലെങ്കിൽ കഴുകൽ തന്നെയാണ് നിർബന്ധം. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവും. മുറിവുണ്ട്, കെട്ടിവെച്ചിട്ടൊന്നുമില്ല, കാണാം നമുക്ക് മുറിവ്. വെള്ളം ഉപയോഗിക്കുന്നതിന് ഡോക്ടർ തകരാറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തന്നെ സാധാരണ പോലെ തന്നെ കഴുകണം. ഇനി രണ്ടാമത്, തുറന്നു കാണുന്ന മുറിവ് തന്നെയാണ്, പക്ഷേ കഴുകാൻ പാടില്ല, കഴുകരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വെള്ളം നനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്താൽ മതി? വെള്ളമുള്ള കൈകൊണ്ട് വെറുതെ അതിന്മേലൊന്ന് തടവിക്കൊടുത്താൽ മതി. പകരം എന്ത് ചെയ്യാമൊന്നിങ്ങനെ തടവുക, കൈകൊണ്ട് പതുക്കെ അമർത്താതെ, രോഗിക്ക് വേദനയാവാത്ത നിലക്ക് നനഞ്ഞ കൈകൊണ്ടൊന്നിങ്ങനെ തടവുക. ആ തടവൽ മതി, പിന്നെ കഴുകേണ്ടതില്ല. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് തുറന്നു കാണുന്ന മുറിവ് തന്നെയാണ്, കഴുകാനും പറ്റൂല, തടവാനും പറ്റൂല, തൊടാൻ പറ്റൂല, ഈ അനങ്ങാൻ പറ്റൂല, തടവാനും പറ്റൂല, കഴുകാനും പറ്റൂല. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം? ഫഹുനായ തയമ്മമു ലഹു. അപ്പൊ ആ രോഗിക്ക് വേണ്ടി എന്ത് ചെയ്യണം? തയമ്മും ചെയ്തു കൊടുക്കുക. തയമ്മും ചെയ്തു കൊടുക്കാവുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ തയമ്മും ചെയ്തു കൊടുക്കുക. ഇനി 4ാമത്തെ സ്റ്റേജ് എന്താണ്? മുറിവ് കാണുന്നില്ല, അത് കെട്ടിവെച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ പ്ലാസ്റ്റർ മുഖേന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് കെട്ടിവെച്ച സ്ഥലമാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ആ കെട്ടിവെച്ചതിന്മേൽ തടവിയാൽ മതി. പിന്നെ അവയവം പ്രത്യേകം കഴുകേണ്ടതില്ല. ബാൻഡേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമ്മ വെള്ളം കൊണ്ടാണ് തടവിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ കഴുകിയിട്ട് അതിന് പകരം വെള്ളം കൊണ്ടാണ് തടവിയാൽ മതി. പിന്നെ അതിനൊരു സ്പെഷ്യൽ തയമ്മും വേണ്ടതില്ല. ഇനി അതിനും കഴിയില്ല, തടവാനും കഴിയാത്ത നിലക്കാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും കൃത്യമായിട്ട് കഴുകി ഇസ്ലാമികമായ അതിന്റെ മര്യാദകൾ പാലിച്ചതിന്റെ ശേഷം ഇതിനു വേണ്ടി തയമ്മും ചെയ്യുക. എന്തായിരുന്നാലും ഇസ്ലാം എങ്ങനെയാണോ കഴിയുക അങ്ങനെ ഇളവ് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ, സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം എന്ന് ചില വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. എന്നാൽ വാസ്തവത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പല പണ്ഡിതന്മാരും പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായം തയമ്മും ഉളു പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഉളു കൊണ്ട് ഉളു മുറിയാത്തിടത്തോളം നമുക്ക് എത്ര ഫർളും നിസ്കരിക്കാവുന്നത് പോലെ ഒരു തയമ്മും മുഖേന ആ തയമ്മും ബാത്തിലാകാത്തിടത്തോളം നമുക്കതുകൊണ്ട് എത്രയും ഫർള് നിസ്കാരവും നിർവഹിക്കാം എന്നതാണ് പ്രബലം എന്നാണ് പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് രോഗിയുടെ ശുദ്ധിയാവലാണ്, ഉളൂയിലൂടെയോ കുളിയിലൂടെയോ ഒക്കെയുള്ള ശുദ്ധിയാവലിനെ പറ്റി.